ഇവിടെ ഒരു ഫാമുണ്ട്. കോഴിക്കാർപ്പിനെയും വാത്തയെയും മുയലും ഒക്കെയുള്ള ഒരു വലിയ ഫാമാണ്. അതുപോലെ തന്നെ ആ ഫാമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു കൊട്ടവഞ്ചി സവാരിയും അതുകൂടാതെ ഒരു വാട്ടർഫോൾസും ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ കുഞ്ഞിനെയായിട്ട് ഞാൻ പതിയെ ആ ഫാമിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. KPM ഫാം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ഫാമിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഏകദേശം നമ്മുടെ മെയിൻ റോഡിൽ നിന്നും ഏകദേശം 200 മീറ്റർ ഉള്ളിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. ഒരു കാടിൻ്റെ പശ്ചാത്തലത്തിൽ നല്ല തണലുള്ള ഒരു ഏരിയയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ അകത്തോട്ട് പോകുന്നത്. ഇതാ ഇങ്ങനെ വളഞ്ഞു കിടക്കുന്ന വഴിയിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ആക്ഷൻ ക്യാമറയൊക്കെ പോയതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഒരു സാധാരണ മൊബൈലിലാണ് വീഡിയോസ് എടുക്കുന്നത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്കും അനുഭവപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ നടന്നുകൊണ്ടെടുക്കുന്നതിൽ മാത്രമേ ഉള്ളൂ ഷെയ്ക്കിങ് വരത്തുള്ളൂ. ബാക്കി കുഞ്ഞിപ്പെണ്ണ് താഴോട്ട് പോവുകയാണ്, ഫാമിലോട്ട് പോവുകയാണ്. അപ്പോഴത്തെ കുഞ്ഞിയുടെ യാത്ര എങ്ങോട്ടാടി? KPM ഫാമിലോട്ടാണോ? KPM ഫാമിലോട്ടാണോ? ഇവിടെ പൊടിയുണ്ട് കേട്ടോ, തുമ്മല്ലേ. അപ്പോൾ KPM ഫാമിലോട്ട് കുഞ്ഞി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. കുഞ്ഞി കോയിനെ കാണാൻ പോവാണ്ടി. കുഞ്ഞി ഇത് കണ്ടോ? ബോൺസായി കണ്ടോ? നീ ബോൺസായി കണ്ടോ? അപ്പോഴത്തെ വീഡിയോ എടുക്കാൻ വേണ്ടി കുഞ്ഞിയോട് പതിയൊക്കെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞുള്ളതുകൊണ്ടാണ് അവരൊക്കെ വിഷയം ഉണ്ടാക്കുന്നത്. ഇത് ക്രിസ്മസ് പ്രമാണിച്ചുള്ള അലങ്കാരപ്പണികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. ഇതൊരു ആർട്ടിഫിഷ്യൽ വെള്ളച്ചാട്ടമാണെന്നാണ് തോന്നുന്നത്. മേളിൽ നിന്ന് വെള്ളം ചാടി വരുന്നുണ്ട്. ആ മലയുടെ മുകളിൽ നിന്ന് അതിങ്ങനെ താഴോട്ട് വന്നിട്ട് ഇത് വരുന്നൊരു അരുവിയായിട്ട് ഒഴുകി പോവുകയാണ്. അപ്പോൾ ഇവിടെ വിവിധങ്ങളായ ബോൺസായികൾ നമുക്ക് കാണാൻ പറ്റും. ഇതെന്താ, പേരാല്, അരയാല്, നാരകം, അങ്ങനെ ഒരുപാട് ബോൺസായികൾ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കൊട്ടവഞ്ചിയുടെ ഏരിയ. ഇതിൻ്റെ അകത്ത് മീൻ കൃഷി നടക്കുന്നുണ്ട്. ഈ കുളത്തിൽ തിലോപ്പിയാണ് കൂടുതലും. അപ്പോൾ നമ്മൾ താഴേക്ക് പോവുകയാണ്. ഒരു പാറമടയ്ക്കുള്ളിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ രീതിയിൽ അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ അവിടുന്ന് വെള്ളം വരുന്നത് ഇങ്ങനെ ഒഴുകി താഴേക്ക് പോവുകയാണ്. ഉള്ളോട്ട് കയറിക്കും, കയറി. അവിടെ ഇരുന്നേ. കുഞ്ഞിതേ പുല്ലിൻ്റെ മേളിലൊക്കെ കയറി അർമാദിക്കുകയാണ്. അവർക്ക് വേറെ പണിയില്ലല്ലോ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോടി കുഞ്ഞി ഇഷ്ടപ്പെട്ടോ?
വിസിറ്റേഴ്സിന് ഇരിക്കാനുള്ള ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വാ. ഇതാണ് ആ പാറമട. ഈ പാറമടയ്ക്കുള്ളിലാണ് കൊട്ടവഞ്ചി സവാരിയും കാര്യങ്ങളുമൊക്കെ നടത്തുന്നത്. അതുപോലെ തന്നെ ഫോഗ് എപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. അവിടെ പാട്ടൊക്കെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അവിടെ പാട്ടിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് വ്ലോഗ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മുടെ സൗണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പാറമടയ്ക്കുള്ളിലാണ് കൊട്ടവഞ്ചി സവാരി നടക്കുന്നത്. വാത്തയും പേത്തയും ഒക്കെ നീന്തി വരുന്നുണ്ട്. അവരുടെ ഒരു ഏരിയ ആണിത്. അവർക്ക് അർമാദിച്ച് നടക്കാനുള്ളൊരു പാറമടയാണിത്. അതോടൊപ്പം തന്നെ ഇതിനുള്ളിൽ മീൻ കൃഷിയുമുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നത്. KPM ഫാം എന്നാണ് ഇതിൻ്റെ പേര്. വാട്ടർഫോൾസൊക്കെ നമുക്ക് മേളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോഴത്തേനും നമ്മൾ KPM ഫാം കാണാൻ വന്നപ്പോഴത്തേനും ചെന്നൈയിൽ നിന്ന് വന്ന ഫ്രണ്ട്സാണ്. നിങ്ങൾ എത്ര ദിവസമായി വന്നിട്ട്? എത്ര നാളേക്ക്? ഫസ്റ്റ് ടൈം അല്ലേ? എவ்வளோ നാളാச்சு அங்கேருந்து கிளம்பிட்டு? 5th നൈറ്റ്. ആ ഓക്കെ. വാഗമണെല്ലാം പോയിട്ടാ? വാഗമൺ. ആ அங்கே போயிட்டு. ആ அப்படியா? சரி ஓகே. சரிங்க. ഇനി എല്ലാവർക്കും ഒരു ഫേവറേറ്റാ. അപ്പം നമ്മൾ ഗാർഡനിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. പോവാണ്. ഇനി ഇതേ കയ്യിലിരുന്ന് ഓടാനുള്ള തയ്യാറെടുപ്പിലാണ്. പൊക്കോ ഓടല്ലേ, പതിയെ പോ. അപ്പോൾ കുഞ്ഞ് പതിയെ അങ്ങോട്ട് പോവാണ്. കുഞ്ഞ് കുളമൊക്കെ കാണാൻ വേണ്ടി പോവാണ് അല്ലേ? കുളമൊക്കെ കണ്ടോ? എങ്ങനെയാ? പോവാം വാ. ഓടല്ലേ, പതിയെ പോ. കുഞ്ഞി ഇങ്ങോട്ട് നോക്കി. ഇതുണ്ടോ, നമ്മൾ പോവാ. നമുക്ക് തീറ്റ കൊടുക്കാം. കൊട്ടവഞ്ചി ഒരു യാത്രയിലാണ്. കുഞ്ഞിത് കിടന്നു കഴിഞ്ഞു. നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കാണാവുന്ന വാർത്തകൾ വാങ്ങി നടക്കുന്നതാണ്. സേഫ്റ്റി ജാക്കറ്റ് ഇടാതെ വെച്ച് രണ്ടോടെ ഇരിക്കുന്നുണ്ട്. അവൾ വാത്താനെ നോക്കി നിൽക്കുകയാണ്. എങ്ങനെയുണ്ട്? നമുക്ക് അങ്ങോട്ട് പോയിട്ട് കോഴിക്ക് തീറ്റ കൊടുക്കാം കേട്ടോ. കൊട്ടവഞ്ചി ഇറങ്ങുമ്പോഴേ അവർക്കറിയാം തീറ്റ കിട്ടുമെന്ന്. അതുകൊണ്ട് അവർ പാഞ്ഞ് കൂടെ നിൽക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വെറൈറ്റി ഐറ്റം. 10,000 കോഴിക്കാർപ്പാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് നല്ല കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും വന്നു കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു ഇതാണ്. പല വെറൈറ്റി കോഴീസാണുള്ളത്. കോഴി മാത്രമല്ല, അതിൻ്റെ അകത്ത് പലതരം മീനുകളുണ്ട്. അതായത് കാർപ്പ് ഐറ്റത്തിൽപ്പെട്ട കുറേ മീനുകളുണ്ട്. അത് കോഴി ജാപ്പനീസ് കോഴി മാത്രമല്ല, സാധാ കോഴിയും ഉണ്ട്. കൂടുതലും സാധാ കോഴിനെയാണ് കാണുന്നത്. കാരണം അവയാണല്ലോ കൂടുതൽ പ്രജനനം ചെയ്യുന്നത്. ജാപ്പനീസ് കോഴിക്ക് ഒരു പ്രത്യേക ക്ലൈമറ്റിൽ മാത്രമേ ഉള്ളവ പ്രജനനത്തിന് ഇത് എത്തത്തുള്ളൂ. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ ഈ കുളത്തിൽ തന്നെ നാച്ചുറൽ പോണ്ട് ആയതുകൊണ്ട് കരിങ്കല്ല് ക്വാറിയായിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഇവർ പ്രജനനം നടത്തുന്നത്.
കയ്യിൽ നിന്ന് കൊത്തിക്കൊണ്ട് പോകുന്നു. പ്രശ്നമുണ്ടോ? ഇത് കണ്ടോ, എൻ്റെ കൈ നിൽക്കുക എടുത്തുകൊണ്ട് പോകുന്നതാണ്. ഇത് കണ്ടോ, എൻ്റെ കൈ കടിച്ച് പറിക്കുന്നത്. കണ്ടോ കണ്ടോ, എൻ്റെ കൈ കടിച്ച് പറിക്കുന്നുണ്ടോ? കണ്ടോ, എല്ലാവരും കടിച്ച് പറിക്കുകയാണ്. എൻ്റെ കൈക്കകത്ത് ഇല്ല. ഇത് കണ്ടോ, ഇതുണ്ടോ, ഇതുണ്ടോ. ഇതുണ്ടോ, ഓരോരുത്തർ വന്ന് എൻ്റെ കയ്യിൽ നിന്ന് തിന്നുകൊണ്ട് പോകുന്നു. അയ്യോ, വാ. എൻ്റെ കയ്യിൽ നിന്നാണ് കൊത്തിപ്പറിച്ചുകൊണ്ട് പോകുന്നത്. എടാ, എൻ്റെ വിരല് തിന്നുകൊണ്ട് പോകാടാ. ഇതുണ്ട്, എല്ലാവരും കൂടെ 2 വള്ളം കൂടി വന്നപ്പോഴത്തേനും എല്ലാവരും ഒഴിയെത്തി. ഉണ്ടോ, എല്ലാവരും പിടിക്കാൻ പറ്റും. ഗോൾഡൻ ഉണ്ട്, പല ടൈപ്പാണ്. എല്ലാവരും കൂടെ എൻ്റെ പുറകെ നടക്കുകയാണ്. ഇതുണ്ട്, നമുക്ക് തൊടാൻ പറ്റും, എല്ലാവരെയും തൊടാൻ പറ്റും. അതാണ് ഈ കൊട്ടവഞ്ചിയിൽ നമ്മൾ വന്നാലുള്ള ഗുണം. അപ്പോൾ ഇവിടെ വന്ന് ഈ ഒരു കാര്യം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. KPM ഫാമാണ്. അതായത് നമ്മുടെ കുവലേറ്റത്തുനിന്ന്, അതായത് വാഗമണ്ണിൽ നിന്നും കുവലേറ്റം വന്ന് കുവലേറ്റത്തുനിന്ന് വളകോട് പോകുന്ന റൂട്ടിലാണ് ഈ ഫാം ഉള്ളത്. ഇതുണ്ടോ, എല്ലാവരും നിരന്ന് നിൽക്കുന്ന ആ കാഴ്ച നിങ്ങൾ കണ്ടല്ലോ. കൈ ഇട്ട് കൊടുക്കേണ്ട താമസം. ഇതുണ്ടോ, ഇതാണ് മീനൂട്ട്. നമ്മളിപ്പോൾ 2 നടത്ത് മീനൂട്ട് കണ്ട്, പക്ഷേ ഇത്രയും വലിയ മീനൂട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതുണ്ടോ, ഇതുണ്ടോ, അവരെല്ലാം എൻ്റെ കയ്യെ വന്ന് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ മീനെ പിടിക്കാൻ കേരളത്തിൽ മറ്റൊരു ഫാമിൽ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നിങ്ങളുടെ വെക്കേഷനുകളൊക്കെ ഒരു നല്ല രീതിയിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരിക. KPM ഫാമാണ്. ഇതുണ്ടോ, എല്ലാവരും നമ്മുടെ കയ്യെ ടച്ച് ചെയ്ത് പോകുന്നത് കാണാൻ പറ്റും. കൈ വരുമ്പോഴേ അവർ വരുന്ന വരവ് കണ്ടോ. കണ്ടോ 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 കണ്ടോ, എൻ്റെ കയ്യിൽ നിന്ന് കടിച്ച് പറിച്ചുകൊണ്ട് പോവുകയാണ്. ഇതുണ്ടോ, എൻ്റെ കൈ പിന്നെയും കടിച്ച് പറിക്കുന്നേ. ഓടി ആയോ. പതിനായിരക്കണക്കിന് കാർപ്പാണ് ഈ ഫാമിലുള്ളത്. അവർ ഇങ്ങനെ തന്നെ ഇവയെ വളർത്തുകയാണ്. ഇതിൻ്റെ അകത്ത് തന്നെ, ബോട്ടിൻ്റെ അകത്ത് തന്നെ. ഇത് പഴയൊരു പാറമടയാണ്. ആ പാറമടയ്ക്കകത്ത് അവരൊരു വാട്ടർഫോൾസൊക്കെ ഉണ്ട്. ആ വാട്ടർഫോൾസിൽ നിന്നാണ് ഇങ്ങനെ വെള്ളം ഒഴുകി ഇതിലോട്ട് വന്ന് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുണ്ടോ, മീനുകളെയൊക്കെ നമുക്ക് തൊടാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതുപോലെ തീറ്റ കൊടുത്ത് വളർത്തുന്നതുകൊണ്ടാണ്, അത് പരിശീലിപ്പിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സാധിക്കുന്നത്. അവരെല്ലാം എൻ്റെ പുറകെ വരുന്നുണ്ട്. കണ്ടോ കണ്ടോ, മീനെ കണ്ടോ. ഇതേ കുഞ്ഞു മീനെ ഇപ്പോഴാണ് കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് അതിശയായി. അതുണ്ടോ, അതുണ്ടോ, തീറ്റ ഇട്ട് കൊടുക്കാം. ഇതുണ്ടോ, ഇപ്പോഴാണ് കുഞ്ഞു മീനെ കാണുന്നത്. കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. കണ്ടോ കണ്ടോ, മീനെ കണ്ടോ, നോക്ക് പുറകെ ആരാണ്ടൊക്കെ വരുന്നു. കണ്ടോ, ആരാ വരുന്നത്? കുഞ്ഞിനെ നോക്കി ആരാ വന്നത്? ഇതുണ്ടോ, ഇത്രയും പേര് കുഞ്ഞിയുടെ കൂട്ടുകാരാണോ? കുഞ്ഞി കൊട്ടവഞ്ചിയിലും കയറിയിരിക്കുകയാണ്. അങ്ങനെ ആ അസുലഭ മുഹൂർത്തവും ഞങ്ങൾ നേടിയിരിക്കുകയാണ്.